ഇന്നത്തെ സമൂഹത്തിന്റെ മുഖമുദ്ര കാരണത്തെ നിലനിർത്തുകയും കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. രോഗത്തിന്റെ കാരണം അവിടെ ഉണ്ടാകും, രോഗത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഒറ്റ ഉദാഹരണം സഹോദരങ്ങളെ, ലഹരിക്ക് എതിരെ നിയമസഭയിൽ വലിയ ചർച്ചകൾ നടക്കുക. മാത്രമല്ല പത്രമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എല്ലാം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ദീർഘമായ ലേഖനങ്ങൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ മുഖപ്രസംഗങ്ങൾ, പത്രമാധ്യമങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. രാത്രികാല ചാനൽ ചർച്ചകളിൽ ഗംഭീരമായി ഈ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ലഹരി വ്യാപനത്തിന്റെ കാരണത്തെ തൊടാൻ പലപ്പോഴും ആർക്കും ധൈര്യമില്ല എന്നതാണ് വസ്തുത. നോക്കൂ നിങ്ങൾ, മയക്കുമരുന്നിനെ തടയാൻ മദ്യം അനുവദിക്കണമെന്ന നമ്മുടെ മദ്യ നിയമമാണ്, മദ്യ നയവും നിയമവുമാണ് ആദ്യം ഈ ഗവൺമെന്റ് ഇല്ലാതാക്കേണ്ടത്. പക്ഷേ അതും ഒരു ചർച്ചയില്ല. ആ മദ്യനയത്തെക്കുറിച്ച് ഇനിയും ബാറുകളും മറ്റു സൗകര്യങ്ങളും അനുവദിച്ചു കൊടുത്ത് ഈ സമൂഹത്തെ ലഹരിക്ക് അടിമയാക്കാൻ, അതിൽ നിന്നൊരു ചെറിയ വരുമാനമുണ്ട് എന്നത് മാത്രം ലാക്കാക്കുന്ന ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ വലിയ ചർച്ച നടക്കും, പക്ഷേ അതിന്റെ കാരണത്തെക്കുറിച്ച് സഗൗരവം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ ആർക്കും സാധ്യമാകുന്നില്ല എന്നതാണ് വസ്തുത. മറ്റൊന്ന് നോക്കൂ നിങ്ങൾ, ആയിരങ്ങൾക്ക് ലഹരിയിലേക്ക് കാലെടുത്തു വെക്കാൻ സാഹചര്യമൊരുക്കുന്ന DJ പാർട്ടികളാണ് ഇന്ന് നാട്ടിൽ ആഘോഷങ്ങൾക്കൂടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ DJ പാർട്ടി കഴിയുമ്പോഴും പുതിയ തലമുറ ലഹരിയുടെ പുതിയ ലോകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു നിയമനിർമ്മാണമുണ്ടാക്കി ഈ രാത്രിയും സമയം നിശ്ചയിക്കാതെയും എന്തുമാകാമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഈ DJ പാർട്ടികൾ നമ്മുടെ നാട്ടിൽ നിരോധനത്തിന്റെ ഈ യുവതലമുറയെ സംരക്ഷിക്കുവാനുള്ള നിയമമാണെന്ന് പറയാൻ ഇവിടെ ആർക്കെങ്കിലും സാധിക്കുമോ? തൊടാൻ സാധ്യമല്ല. ആ കാരണത്തെക്കുറിച്ച് ഒരിക്കലും ഇവിടെ ചിന്തിക്കുന്നേയില്ല. കൗമാരക്കാർക്ക് യഥേഷ്ടം രാത്രികാലങ്ങളിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഇറങ്ങി നടക്കാൻ അവർക്ക് സാഹചര്യം ഒരുക്കുന്ന നൈറ്റ് ലൈഫിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോകുന്ന നിയമ സംവിധാനമാണ് യഥാർത്ഥത്തിൽ തിരുത്തേണ്ടുന്ന വസ്തുത. നൈറ്റ് ലൈഫ് എന്താ? വീടുകളിൽ നിന്ന് കൗമാരക്കാരും യുവാക്കളും ഇറങ്ങി നടക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വിധം നൈറ്റ് ലൈഫ് എന്ന പുതിയ സുന്ദരവാക്ക് പറഞ്ഞ് വീട്ടിലെ രക്ഷിതാക്കൾ കണ്ണീര് കൊണ്ട് കുതിർന്നു നിൽക്കുമ്പോഴും അവർ ആഹ്ലാദത്തിന്റെ അല്ല, നാശത്തിന്റെ ലഹരിയുടെ ലോകത്തേക്ക് കടന്നു പോകുന്നു എന്നതാണ് വസ്തുത. ടർഫിന്റെ സംസ്കാരം എന്താ? ടർഫ് എന്താ സഹോദരങ്ങളെ? ടർഫിനെ അധിക്ഷേപിക്കുകയല്ല. യഥാർത്ഥത്തിൽ രാത്രികാലങ്ങളിൽ 10 മണിയും 11 മണിയും 12 മണിയും 1 മണിയും 2 മണിയും ഒക്കെ ആഘോഷത്തിന്റെയും തിമിർപ്പിന്റെയും ഒക്കെ കാലമായി തീരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുണ്ടാവണമെങ്കിൽ, തനിക്കൊന്ന് ആഹ്ലാദിക്കാൻ ആരോഗ്യമുണ്ടാവണമെങ്കിൽ ലഹരി ഉപയോഗിക്കണമെന്ന ചിന്തയിലേക്ക് കൗമാരക്കാരെ എത്തിക്കുന്ന ലഹരി മാഫിയക്കാരുടെ പിടിമുറുകി കിടക്കുന്ന ഈ DJയും ഈ ടർഫും ഒക്കെ ഈ സമൂഹത്തിന് ഭാരമാണെന്ന് പറയാൻ ഇന്നത്തെ ഭരണകൂടത്തിനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്കും പറയാൻ സാധിക്കുമോ എന്നതാണ് നാം ആലോചിക്കേണ്ടത്. ഇവിടെ കാരണങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ കാര്യം പറഞ്ഞ് കാലം കഴിച്ചു കൂട്ടുന്ന ദൗർഭാഗ്യവന്മാരിൽ അല്ല, പടുവിഡ്ഢികളിലാണ് ഈ സമൂഹം ജീവിക്കുന്നത്. ഈ ദിനത്തിൽ നാം ആലോചിക്കേണ്ടുന്ന, തീരുമാനമെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാം. റഹ്മാനായ റബ്ബിന്റെ പവിത്രമായ പരിശുദ്ധ ഇസ്ലാം ഇതിനെ കാര്യത്തെ മാത്രമല്ല കാരണത്തെ കൂടെ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മാ അസ്കറ കസീറത്തുൻ ഫഖലീലത്തുൻ ഹറാം. ലഹരിയുടെ ഏതൊരു ചെറിയ അംശമാകട്ടെ അത് നിങ്ങൾക്ക് ഹറാമാണ്. അവിടെ ഒരു അനുവദനീയത്തിന്റെ ഒരു വാതിലും നിങ്ങൾക്ക് തുറന്നു തന്നിട്ടില്ല. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, സർവ്വതിന്മകളുടെയും മാതാവാണ് ലഹരി എന്നുള്ളത്. ഉമ്മുൽ ഖബാഇസ്, അവന്റെ ജീവിതത്തിലേക്ക് സകല തിന്മകളും കൊണ്ടുവരുന്നതാണ് മദ്യവും ലഹരി വസ്തുക്കളും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യസ്അലൂനക അനിൽ ഹംരി വൽ മൈസിർ, ചൂതാട്ടത്തെക്കുറിച്ച്, ലഹരിയെക്കുറിച്ച് പ്രവാചകരെ അവർ നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഖുൽ ഫീഹിമാ ഇസ്മുൻ, അത് പാപമാണ്, ഹറാമാണ്.
അതെ, ഏറ്റവും വലിയ തിന്മയാണ്. ജനങ്ങൾക്ക് ചെറിയ ഉപകാരങ്ങൾ ഉണ്ടെന്ന് അവർ പറഞ്ഞാലും വഇസ്മുഹാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ നഫ്ഇഹിമാ, ആ രണ്ടിന്റെയും എല്ലാവിധ നന്മകളും എത്രയെത്ര എണ്ണിപ്പറഞ്ഞാലും അതിന്റെ തിന്മയാണ്. സമൂഹമേ, നിങ്ങൾക്ക് നാശമാണ്, നാശമാണ്, നാശമാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്.